വിമാനയാത്രാ ടിക്കറ്റ് ബുക്കിംഗിന് മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി DGCA 48 മണിക്കൂറിനകം സൗജന്യമായി റദ്ദാക്കാം. റദ്ദാക്കിയ ടിക്കറ്റുകളുടെ പണം ഉടൻ നൽകും. കൂടുതൽ വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണികൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വിമാനയാത്രാ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട സമഗ്രമായ മാറ്റത്തിനാണ് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരുങ്ങുന്നത്. 48 മണിക്കൂറിനകം സൗജന്യമായി ടിക്കറ്റ് റദ്ദാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലൊരു അവസരത്തിനാണ് DGCA അവസരമൊരുക്കുകയാണ്. DGCA റദ്ദാക്കിയ ടിക്കറ്റുകളുടെ പണം ഉടൻ നൽകും. സൗജന്യമായി ടിക്കറ്റിൽ മാറ്റം വരുത്താനും ഇനി യാത്രക്കാർക്ക് അവസരമുണ്ടാകുമെന്നാണ് DGCA അറിയിക്കുന്നത്. 21 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ റീഫണ്ട് പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്നാണ് DGCA പറയുന്നത്. വിമാന ടിക്കറ്റ് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെയും പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് DGCA നിർദ്ദേശം പുറത്തിറക്കുന്നത് എന്നാണ് പറയുന്നൊരു കാര്യം. എന്തായാലും ഈ കരട് നിർദ്ദേശം തയ്യാറായതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ DGCയുടെ ഈ സൂചന പ്രകാരം എല്ലാ വിമാന കമ്പനികളും ബുക്കിംഗ് സമയം മുതൽ 48 മണിക്കൂർ ലുക്കിൻ പീരീഡായിട്ട് നൽകണമെന്നാണ് പറയുന്നത്. ഈ കാലയളവിൽ ഒരു യാത്രക്കാരന് പിഴയില്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ ഭേദഗതി വരുത്താനോ കഴിയുമെന്നാണ് DGCA പറയുന്നത്. കൂടാതെ ഈ ആഭ്യന്തര വിമാന സർവീസുകൾക്ക് പുറപ്പെടുന്നതിന് 5 ദിവസത്തിൽ താഴെയോ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് 15 ദിവസത്തിൽ താഴെ നടത്തുന്ന ബുക്കിങ്ങുകൾക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല എന്നും DGCA വ്യക്തമാക്കുന്നു. എന്തായാലും ഈ യാത്രക്കാർക്ക് ഒരു ആശ്വാസകരമായ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് DGCയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ഈ വിമാനയാത്രാ ടിക്കറ്റ് ബുക്കിങ്ങിൽ സമഗ്ര മാറ്റങ്ങൾക്ക് DGCA ഒരുങ്ങുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 48 മണിക്കൂറിനകം സൗജന്യമായി ഈ ബുക്ക് ചെയ്ത ടിക്കറ്റ് റദ്ദാക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്നതാണ് പറയേണ്ടത്. കൂടാതെ റദ്ദാക്കിയ ടിക്കറ്റുകളുടെ പണം ഉടൻ തന്നെ തിരിച്ചു നൽകും. 21 ദിവസത്തിനകം ഈ റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രക്രിയ പൂർത്തിയായെന്ന് വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്നും DGCA നിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ സൗജന്യമായി ടിക്കറ്റിൽ മാറ്റം വരുത്താനും അവസരമൊരുങ്ങുകയാണ്. വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്.